യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് കാരണം എന്തെന്ന് പറയാറായി. ഒരു കൃത്യമായ സൂചനകളാണ് ഇത് നൽകുന്നത്. ഉം. ഇത് നൽകുന്ന സൂചനകൾ നമുക്ക് ഒട്ടും സുഖകരമല്ലാത്ത ഒരു സൂചനയാണ് നൽകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അപകടമുണ്ടായ ആദ്യ നിമിഷങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടു, എല്ലായിടവും മാധ്യമങ്ങളിൽ മുഴുവനും വന്നതാണത്. അപ്പോൾ മുതൽ ഉണ്ടായിരുന്ന വളരെ ഗുരുതരമായ ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഓഫായി പോയിരുന്നു എന്നുള്ളതാണത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ. പിന്നെ അതുപോലെ ലാൻഡിംഗ് ഗിയർ ഉൾവലിച്ചിരുന്നില്ല, എഞ്ചിനുകൾ 2 ഓഫായിരുന്നു. ട്രസ്റ്റ് നഷ്ടപ്പെട്ട് ഓഫായി, വിമാനത്തിന് ട്രസ്റ്റ് നഷ്ടപ്പെട്ടാണ് താഴേക്ക് വീണത് എന്നുള്ളതാണ്. എങ്ങനെ ഈ 2 എഞ്ചിനുകൾ ഒരുമിച്ച് കേടാവും? ഏത് യന്ത്രമാണ്, ഏത് ടെക്നോളജി ആയിക്കോട്ടെ, അതിന് അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും, കേടൊക്കെ ഉണ്ടാകും, വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു വിമാനത്തിന്റെ 2 എഞ്ചിനുകൾ, ഒരേപോലെ പ്രവർത്തിക്കുന്ന 2 എഞ്ചിനുകളും ഒരേ സമയം നിന്നു പോവുക എന്ന് പറയുന്നത് അത് നിയർ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അസംഭവ്യമായ കാര്യമാണ്. ടെക്നിക്കൽ റീസൺ കാരണം 2 എഞ്ചിനും ഒരേ സമയം നിൽക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണത്. അങ്ങനെ ഒന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ നിന്നു. രണ്ടാമത്തേതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും അവിശ്വസനീയമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൈലറ്റ് മാനുവലായി ഈ 2 എഞ്ചിനുകളും ഓഫ് ചെയ്തു.